ഓർഡർ ആൻഡ് സൈസ് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഗ്രാഫ് ഒരു ഫൈനൈറ്റ് ഗ്രാഫ് ആയിരിക്കണം. ഇനി ഒരു ഗ്രാഫിൽ എത്ര വെർട്ടിസസ് ഉണ്ട്, അല്ലെങ്കിൽ ആ വെർട്ടിസസിൻ്റെ എണ്ണമാണ് ഓർഡർ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഗ്രാഫിൽ എത്ര എഡ്ജസ് ഉണ്ട്, ആ എഡ്ജസിനെയാണ് എന്തെന്ന് പറയുന്നത്, സൈസ് എന്ന് പറയുന്നത്. ഈ ഫിഗർ നോക്കിക്കേ, ഇതിൽ എത്ര വെർട്ടിസസ് ഉണ്ട്? മൊത്തം 4 വെർട്ടിസസ് ഉണ്ട്. അപ്പം ഇതായിരിക്കും അതിൻ്റെ ഓർഡർ. വെർട്ടിസസിൻ്റെ എണ്ണമായിരിക്കും ഓർഡർ. അപ്പം ഓർഡർ ഓഫ് G1, എൻ്റെ ഗ്രാഫിൻ്റെ പേര് G1 ആണ്. എൻ്റെ നെക്സ്റ്റ് ഗ്രാഫിൻ്റെ പേര് ഇത് G2, ഇത് G3, ഇത് G4. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഗ്രാഫ്. അപ്പം ഓർഡർ ഓഫ് G1 എന്ന് പറയുന്നത് എത്ര വെർട്ടീസസ് ഉണ്ടോ അതെല്ലാം കൂടെ അങ്ങ് എഴുതിയാൽ മതി. അപ്പം മൊത്തം 4 വെർട്ടീസസ് ഉണ്ട്. അപ്പം 4 ആയിരിക്കും ഓർഡർ. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം, കാർഡിനാലിറ്റി ഓഫ് V എന്നും പറഞ്ഞ് എഴുതാം. ഓറാണ് ഈക്വൽ ടു 4. ഇനി നെക്സ്റ്റ് സൈസ് ഓഫ് ദി ഗ്രാഫിൻ്റെ സൈസ് എത്ര? എസ് ഓഫ് G1 എന്ന് പറയുന്നത് എഡ്ജസ് എത്രയുണ്ട്? അതും 4 അല്ലേ? അപ്പം 4 സൈസ്. മനസ്സിലായോ? അത് ഇതിനെ നമുക്ക് കാർഡിനാലിറ്റി പോലെ എഴുതാം. ഓർ കാർഡിനാലിറ്റി ഓഫ് V എന്ന് പറയുന്നത് 4 ആണ്. ഓർഡർ ഓഫ് G2 നോക്കാം. ഇത് എന്ത് ഗ്രാഫാണ്? ഇതൊരു ഡയറക്റ്റഡ് ഗ്രാഫാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഡയറക്റ്റഡ് ഗ്രാഫിൽ എത്ര വെർട്ടിസസ് ഉണ്ട്? 3 വെർട്ടിസസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഓർഡർ ഓഫ് G2 3 ആണ്. അതേപോലെ എത്ര എഡ്ജസ് ഉണ്ട്? E1, E2, E3. അപ്പം സൈസ് ഓഫ് G2 എന്ന് പറയുന്നതും 3 ആണ്. നെക്സ്റ്റ് ഗ്രാഫ് നോക്കിക്കേ. ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്തോ, ഇതിലൊരു പാരലൽ എഡ്ജ് ഉണ്ടല്ലേ. ഇതിൻ്റെ ഓർഡർ എത്രയാണ്? ഓർഡർ ഓഫ് G3 എന്ന് പറയുന്നത് മൊത്തം എത്ര വെർട്ടിസസ് ഉണ്ട്? 4. ഓക്കെ, സൈസ് ഓഫ് E5 വരില്ലേ, അപ്പം 5. ഓർഡർ ഓഫ് G4 എത്ര വെർട്ടീസസ് ഉണ്ട്? 4 വെർട്ടീസസ് ഉണ്ട്. സൈസ് ഓഫ് G4 എത്ര? മൊത്തം 6 എഡ്ജസ് ഉണ്ട് അല്ലേ. ഇവിടെ 2 പാരലൽ എഡ്ജസ് വരുന്നില്ലേ, ഇവിടെയുണ്ട്. അപ്പം സൈസ് 6 ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓർഡർ ആൻഡ് സൈസ് ഓഫ് എ ഗ്രാഫ്. ഇൻസിഡൻസ് ഓർ ഡിഗ്രി ഓഫ് എ വേർട്ടെക്സ് ആണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. അപ്പോൾ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ എ വേർട്ടെക്സ് VI ഈസ് ആൻ എൻഡ് വേർട്ടെക്സ് ഓഫ് സം എഡ്ജ് EJ, then EJ and VI are said to be incident with each other. ഇതിൽ ഈ VI എന്നും EJ എന്ന് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ V1, V2, V3 അതായത് വേർട്ടസ് ആണ്. അതേപോലെ EJ എന്ന് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് E1, E2, E3 എന്ന് പറയുന്ന എഡ്ജസ് ആണ്. അതിനെ കോമൺ ആയിട്ട് Iയും J എന്നും പറഞ്ഞ് എഴുതിയേക്കുന്നേ ഉള്ളൂ. ഈ ഗ്രാഫ് നോക്കിയേ, ഇതൊരു G എന്ന് പറയുന്ന ഗ്രാഫാന്ന് വെച്ചോ. ഈ ഗ്രാഫിൽ ഇതിൻ്റെ അഡ്ജസൻ്റ് എഡ്ജ്, ആദ്യത്തത് അഡ്ജസൻ്റ് എഡ്ജ് അല്ലേ. അഡ്ജസൻ്റ് എഡ്ജിൻ്റെ ഒരു കണ്ടീഷൻ എന്താണ്? നോൺ പാരലൽ എഡ്ജസ് ആയിരിക്കണം. പാരലൽ എഡ്ജസ് ഉണ്ടെങ്കിൽ അതിനെ കൂട്ടാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും പാരലൽ എഡ്ജസ് ഉണ്ടോ? ഇല്ല, ഇതൊരു നോൺ പാരലൽ എഡ്ജസ് അല്ലേ. അപ്പം ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് അഡ്ജസൻ്റ് എഡ്ജസ് കണ്ടുപിടിക്കണം. നോക്കിയേ, ഈ E1 എന്ന് പറയുന്നത് എന്താണ്? V1ഉം V2ഉം കൂടെ കണക്ട് ചെയ്യുന്നതാണല്ലേ. അതേപോലെ ഈ E2 എന്ന് പറയുന്നത് എന്താണ്? V3ഉം V2ഉം കൂടെ കണക്ട് ചെയ്യുന്നതാണ്. ഇവരിൽ 2 പേരിലും കോമൺ ആയിട്ടുള്ള വെർട്ടെക്സ് ഏതാണ്? V2 ആണ് അല്ലേ. അപ്പോൾ അഡ്ജസൻ്റ് എഡ്ജസ് ഏതൊക്കെയാണ്? E1ഉം E2ഉം അഡ്ജസൻ്റ് എഡ്ജസ് ആണ്. അഡ്ജസൻ്റ് എഡ്ജസ് E1 എന്ന് പറയുന്നതും E2 എന്ന് പറയുന്ന 2 എഡ്ജസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു കോമൺ പോയിന്റ് ആണ് V2. അപ്പോൾ E1ഉം E2ഉമാണ് V2ൻ്റെ അഡ്ജസൻ്റ് എഡ്ജസ്. അഡ്ജസൻ്റ് വെർട്ടിസസ് ഓഫ് E1 ആണ് അടുത്തത്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ V1ഉം V2ഉം കൂടെ കണക്ട് ചെയ്യുമ്പോഴല്ലേ എനിക്ക് E1 കിട്ടുന്നത്. അപ്പോൾ E1ൻ്റെ അഡ്ജസൻ്റ് വെർട്ടിസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ V1ഉം വരും, V2ഉം വരും. അതേപോലെ E2ൻ്റെ എന്തോ ആയിരിക്കും? അപ്പോൾ V2ഉം V3ഉം കൂടെ കണക്ട് ചെയ്യുമ്പോഴല്ലേ E2. അപ്പോൾ V2ഉം V3 ആയിരിക്കും E2ൻ്റെ അഡ്ജസൻ്റ് വെർട്ടിസസ്. അപ്പോൾ ഈ ഡെഫിനിഷൻ നോക്കിക്കേ.
ടു നോൺ പാരലൽ എഡ്ജസ് ആർ സെഡ് ടു ബി അഡ്ജസൻറ്റ് എഡ്ജസ് ഇഫ് ദേ ആർ ഇൻസിഡൻറ്റ് ഓൺ എ കോമൺ വെർട്ടെക്സ്. ഒരു കോമൺ വെർട്ടെക്സിലല്ലേ ഈ രണ്ടെണ്ണം വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ E1 E2 ആയിരിക്കും അവിടുത്തെ അഡ്ജസൻറ്റ് എഡ്ജസ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ടു വെർട്ടിസസ് ആർ സെഡ് ടു ബി അഡ്ജസൻറ്റ് വെർട്ടിസസ് ഇഫ് ദേ ആർ ദ എൻഡ് വെർട്ടിസസ് ഓഫ് ദ സെയിം. അതായത് E1 എന്ന് പറയുന്ന ഒരു എഡ്ജ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എൻഡ് വെർട്ടിസസ് ഏതൊക്കെയാണ്? V1 V2 അല്ലേ. അപ്പോൾ E1ൻ്റെ എൻഡ് വെർട്ടിസസ് എന്ന് പറയുന്നത് V1 V2. E2ൻ്റെ ആരാണ്? V2 V3. നെക്സ്റ്റ് ആണ് ഡിഗ്രി ഓഫ് എ വെർട്ടെക്സ്. ഡിഗ്രി ഓഫ് എ വെർട്ടെക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ സെയിം ഫിഗർ തന്നെ നമുക്ക് നോക്കാം. ഡിഗ്രി ഓഫ് V1 എന്ന് പറയുന്നത് ഈ ഫിഗർ നോക്കിയേ. ഇവിടെ ഒരേ ഒരു എഡ്ജല്ലേ ഉള്ളൂ. അപ്പം V1ൻ്റെ ഡിഗ്രി എത്ര ആയിരിക്കും? 1 ആയിരിക്കും. V1ൻ്റെ ഡിഗ്രി 1. ഞാൻ ഈ ഫിഗർ ഈ സൈഡിലോട്ട് വരയ്ക്കാവേ. ഇതാണ് നമ്മുടെ ഫിഗർ. ഇത് V1, ഇത് V2, ഇത് V3, ഇത് E1, ഇത് E2. V1ൻ്റെ ഡിഗ്രി എത്ര? 1. കാരണം ഇവിടെ ഒരു എഡ്ജല്ലേ ഉള്ളൂ. അടുത്ത V2ൻ്റെ ഡിഗ്രി നോക്കാം. ഡിഗ്രി ഓഫ് V2. V2ൻ്റെ ഡിഗ്രി എന്ന് പറയുമ്പം ഇവിടെ ഒരു എഡ്ജുണ്ട്, ഇവിടെ ഒരു എഡ്ജുണ്ട് അല്ലേ. അപ്പം 2 ആയിരിക്കും അതിൻ്റെ ഡിഗ്രി. ഡിഗ്രി ഓഫ് V3യോ? ഇവിടെ ഒരു എഡ്ജല്ലേ ഉള്ളൂ. അപ്പം 1 ആയിരിക്കും ഡിഗ്രി ഓഫ് V3. ഈ ഫിഗർ നോക്കിക്കേ. ഈ ഫിഗറിൽ നിന്ന് നമുക്ക് എല്ലാം എഴുതാം. ആദ്യം ഞാൻ വെർട്ടെക്സിൻ്റെ സെറ്റ് എഴുതുക. V1, V2, V3, V4. എഡ്ജിൻ്റെ സെറ്റോ? എത്ര എഡ്ജുണ്ട് മൊത്തം? 7 ഇല്ലേ. അപ്പോൾ E1, E2, E3, E4, E5, E6, E7. നെക്സ്റ്റ് ഈ ഫിഗറിൽ ഒരു സെൽഫ് ലൂപ്പ് ഉണ്ടല്ലോ. അപ്പോൾ സെൽഫ് ലൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? E1ല്ലേ സെൽഫ് ലൂപ്പ്. അപ്പോൾ E1 ആണ് സെൽഫ് ലൂപ്പ്. പാരലൽ എഡ്ജ് ഉണ്ടോ എവിടെയെങ്കിലും? ഇതാണ്ടേ ഇവിടെ ഒരു പാരലൽ എഡ്ജ് ഉണ്ടല്ലേ. അപ്പോൾ പാരലൽ എഡ്ജ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് പാരലൽ എഡ്ജ്? E4, E3. ഈ കർവ്ഡ് ലൈൻ മാത്രമായിട്ട് എടുക്കല്ലേ. പാരലൽ എന്ന് പറയുമ്പോൾ 2 ലൈൻസ് അല്ലേ. അതേപോലെ വേണം നോക്കാൻ. E4ഉം E3യും പാരലൽ, അല്ലാതെ E4 മാത്രമായിട്ട് എടുത്ത് എഴുതണം. ഡിഗ്രി നോക്കിക്കേ. V1ൻ്റെ ഡിഗ്രി എത്ര? V1ൽ ആരൊക്കെ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് നോക്കിയേ. E2 ഉണ്ട്, E4 ഉണ്ട്, E3 ഉണ്ടല്ലേ. അപ്പോൾ ഡിഗ്രി ഓഫ് V1 എന്ന് പറയുന്നത് 3 ആണ്. അടുത്ത ഡിഗ്രി ഓഫ് V2ഓ? V2ൽ ആരൊക്കെയുണ്ട്? E2 ഉണ്ട്, E6 ഉണ്ട്, പിന്നെ E1 ഉണ്ട്. ഇവിടെ ഒരു സെൽഫ് ലൂപ്പ് അല്ലേ ഈ വന്നേക്കുന്നത്. നമ്മുടെ ഡിഗ്രി ഓഫ് വെർട്ടെക്സിൻ്റെ ഡെഫിനിഷൻ എന്താ? നമ്പർ ഓഫ് എഡ്ജസ് ഇൻസിഡൻസ് ഓൺ എ വെർട്ടെക്സ് Vi സെൽഫ് ലൂപ്പ് കൗണ്ടഡ് ട്വൈസ് ആണ്. സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ അതിനെ ട്വൈസ് 2 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സെൽഫ് ലൂപ്പിൻ്റെ ഡിഗ്രി 2. അതെന്തുകൊണ്ടാണ്? ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. അതുകൊണ്ട് ഇതിനെ 2 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ V2ൽ മൊത്തം എത്ര ഡിഗ്രി ഉണ്ട്? അതായത് എത്ര എഡ്ജസ് ഉണ്ട്? E2 ഉണ്ട്, E6 ഉണ്ട്. അപ്പോൾ 1 2 ആയി. പിന്നെ E1 ഉണ്ട്. ഇവിടെ ഒരു സെൽഫ് ലൂപ്പാണുള്ളത്. അപ്പോൾ സെൽഫ് ലൂപ്പിനെ 2 ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ മൊത്തം 4 ഉണ്ട്. അടുത്ത ഡിഗ്രി ഓഫ് V3യോ? V3ക്ക് നോക്കിക്കേ. E3 ഇതാണ്ട് ഇവിടെ. E4 ഉണ്ട്, E3 ഉണ്ട്, E5 ഉണ്ട്. അപ്പോൾ മൊത്തം 3. V4ഓ? ഡിഗ്രി ഓഫ് V4ഓ? E5 ഉണ്ട്, E6 ഉണ്ട്, E7 ഉണ്ട്. അതും 3 ആണ്. ഇത് V5 ആണേ. ഡിഗ്രി ഓഫ് V5ഓ? V5 എന്ന് പറയുമ്പോൾ എന്താണ്? ഒരൊറ്റ ഇതേ ഉള്ളല്ലേ, ഒരൊറ്റ എഡ്ജല്ലേ ഉള്ളൂ. അപ്പം ഡിഗ്രി 1 ആണ്. അടുത്തത് നോക്കിയേടാ, പെൻഡൻറ്റ് വെർട്ടെക്സ് എന്തെന്നാണ്. പെൻഡൻറ്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഗ്രി 1 ആണെങ്കിൽ അതിനെ നമുക്ക് പെൻഡൻറ്റ് വെർട്ടെക്സ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇത് A, ഇത് B എന്ന് ഞാൻ പേര് കൊടുക്കുക. ഇത് E1, AB എന്നോ അല്ലെങ്കിൽ V1 V2 എന്ന് പേര് കൊടുത്താലും മതി. ഞാൻ തൽക്കാലം AB എന്നൊരു പേര് കൊടുത്തു. ഡിഗ്രി ഓഫ് A എത്ര ആണ്? ഡിഗ്രി ഓഫ് A എന്ന് പറയുന്നത്, ഇത് നോക്കിക്കേ, ഈ വെർട്ടെക്സിൽ ഒരു എഡ്ജല്ലേ ഉള്ളൂ. അപ്പം Aയുടെ ഡിഗ്രി എന്ന് പറയുന്നത്
1 ആയിരിക്കും. അടുത്ത ബിയുടെ ഡിഗ്രി എത്രയായിരിക്കും? അപ്പം ബിയിലേക്കും ഈ ഒരു ഒറ്റ എഡ്ജല്ലേ ഉള്ളൂ. അപ്പം ഡിഗ്രി ഓഫ് ബി എന്ന് പറയുന്നതും എന്തായിരിക്കും? 1 ആയിരിക്കും. ഡിഗ്രി എന്തുമായിരുന്നു? നമ്മൾ ലാസ്റ്റ് ക്ലാസ് നോക്കിയത് ഡിഗ്രിയെ കുറിച്ചായിരുന്നു. ഡിഗ്രി എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ ദണ്ടേ V2 എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ഞാൻ എടുക്കുവാണെങ്കിൽ ഈ V2ലേക്ക് ജോയിൻ ചെയ്യുന്ന എഡ്ജസ് ഏതൊക്കെയാണ്? E1ഉം E2 എന്ന് പറയുന്ന 2 എഡ്ജസാണ് ഈ V2ലേക്ക് പോയേക്കുന്നത്. അപ്പം മൊത്തം 2 ആയിരിക്കും V2ൻ്റെ ഡിഗ്രി. V1ൻ്റെ ഡിഗ്രിയോ? ഈ ഒറ്റ E1 എന്ന് പറയുന്ന എഡ്ജേ ഉള്ളൂ. അപ്പോൾ E1 ആയിരിക്കും V1ൻ്റെ ഡിഗ്രി, അതായത് 1 ആയിരിക്കും V1ൻ്റെ ഡിഗ്രി. V3യുടെ ഡിഗ്രി എത്രയായിരിക്കും? 1 ആയിരിക്കും. V1ൻ്റെ ഡിഗ്രി എത്ര ആയിരിക്കും? 1 ആയിരിക്കും. എന്താണ്? ഈ ഒരു ഒറ്റ എഡ്ജേ അവിടെ ഉള്ളൂ. ഈ V3യുടെ കേസിൽ ഇവിടെ ഒരു ഒറ്റ എഡ്ജേ ഉള്ളൂ. അതുകൊണ്ട് V1ൻ്റെയും V3യുടെയും ഡിഗ്രി 1 ആയിരിക്കും. V2ൻ്റെ ഡിഗ്രി 2 ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ പെൻഡൻറ്റ് വെർട്ടെക്സ് ആണ് ചോദിച്ചേക്കുന്നത്. പെൻഡൻറ്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി 1 ആയിരിക്കണം, അതാണ് കണ്ടീഷൻ. ഡിഗ്രി 1 ആവണമെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു ഒറ്റ എഡ്ജേ പാടുള്ളൂ. അതാദ്യം മനസ്സിലാക്കാം. അപ്പം നമുക്കിത് പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ എ എന്നും ബി എന്നോ അല്ലെങ്കിൽ V1 V2 എന്നോ നമുക്ക് പേര് കൊടുക്കാം. ഞാൻ എ എന്നും ബി എന്നോ പേര് കൊടുത്തത് ഇതിന് രണ്ടിനെയും കൂടെ ജോയിൻ ചെയ്ത ഒരു ഒറ്റ എഡ്ജേ ഉള്ളൂ. അപ്പം എയുടെ ഡിഗ്രി എന്തുവാന്ന് ചോദിച്ചാൽ എന്ത് പറയും? 1 പറയും. കാരണം എന്താ? ഇവിടെ ഒരു ഒറ്റ എഡ്ജേ ഉള്ളൂ. ബിയുടെ ഡിഗ്രിയോ? 1 ആണ്. അപ്പോൾ ഡി ഓഫ് എ എന്ന് പറയുന്നത് 1, ഡി ഓഫ് ബി എന്ന് പറയുന്നത് 1 കിട്ടും. നെക്സ്റ്റ് ഈ ഫിഗർ നോക്കിക്കേ. ഞാൻ ഇതിൻ്റെ എഡ്ജസ് മാർക്ക് ചെയ്യാം. ഇത് E1, ഇത് E2, ഇത് E3, ഇത് E4. അപ്പോൾ ഈ ഫിഗർ നോക്കിക്കേ. ഇതിൽ ഏതൊക്കെയാണ് പെൻഡൻറ്റ് വെർട്ടെക്സ് എന്ന് ആദ്യം പറയാം. പെൻഡൻറ്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി 1 ഉള്ളതാണ് പെൻഡൻറ്റ് വെർട്ടെക്സ്. V1ൻ്റെ ഡിഗ്രി എത്ര ആണെന്ന് നോക്കിക്കേ. 1 അല്ലേ? ഡിഗ്രി ഓഫ് V1 എത്രയാണ്? 1 ആണ്. കാരണം എന്താ? ഒരൊറ്റ എഡ്ജേ ഉള്ളൂ E1. V2ൻ്റെ ഡിഗ്രിയോ? 1 ആണോ? അല്ല. എന്താണ്? E1 ഉണ്ട്, അതേപോലെ E2 ഉണ്ട്. അപ്പം V2 എന്ന് പറയുന്നത് ഒരു പെൻഡൻറ്റ് വെർട്ടെക്സ് അല്ല. E3 നോക്കിക്കേ. V3 നോക്കിക്കേ. V3 ഒരു പെൻഡൻറ്റ് വെർട്ടെക്സ് ആണോ? V3 പെൻഡൻറ്റ് വെർട്ടെക്സ് അല്ല. കാരണം ഇവിടുന്ന് E2 ഉണ്ട്, ഇതേപോലെ E3 ഉണ്ട്. അപ്പോൾ അതും ഒരു പെൻഡൻറ്റ് വെർട്ടെക്സ് അല്ല. V4 നോക്കിക്കേ. പെൻഡൻറ്റ് വെർട്ടെക്സ് ആണോ? ആണ്. കാരണം എന്താ? ഇവിടെ ഒരു ഒറ്റ എഡ്ജിലേ വന്നിട്ടുള്ളൂ E3. അപ്പം ഡിഗ്രി ഓഫ് V4 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം E3 എന്ന് പറയുന്ന ഒരു ഒറ്റ എഡ്ജേ ഇതിൽ വന്നിട്ടുള്ളൂ. അടുത്ത ഡിഗ്രി ഓഫ് V5ഓ? ഡിഗ്രി ഓഫ് V5 എന്ന് പറയുന്നത് 1 ആണ്. E4 എന്ന് പറയുന്ന ഒരൊറ്റ എഡ്ജേ അതിലും വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് പെൻഡൻറ്റ് വെർട്ടെക്സ്. ഡിഗ്രി 1 ഉണ്ടെങ്കിൽ അതൊരു പെൻഡൻറ്റ് വെർട്ടെക്സ് ആയിരിക്കും.